പോവേണ്ടതുണ്ട്. ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, നേരത്തെ കോഴിക്കോടും കോവളത്തും എത്തിയപ്പോൾ അവിടെ കഴിഞ്ഞ തവണത്തെ അത്ര ആളുകൾ ബീച്ചിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫൈസൽ എവിടെയാണുള്ളത്? വയനാട്ടിൽ എങ്ങനെയുണ്ട് ഒരു വൈബൊക്കെ? കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ആളുകൾ കൂടുതലുണ്ടോ കുറവാണോ? എന്താണ് വിശേഷങ്ങൾ? ആരതി, 2025 സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മൾ 2026 പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. 2025 സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വയനാട്ടിൽ വലിയൊരു ദുരന്തത്തിന് ശേഷം വന്ന ഒരു പുതുവർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു പുതുവർഷമായിരുന്നില്ല 2025. എന്നാൽ അതെല്ലാം മാറ്റിയിരിക്കുന്നു. 2026 പ്രവേശിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ആളുകളൊക്കെ തന്നെ നോക്കിക്കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം കഴിഞ്ഞാൽ വയനാട്ടിലേക്കൊന്നും അത്ര വലിയ ന്യൂ ഇയർ ആഘോഷങ്ങളൊന്നും തന്നെ പോകാറില്ല. പക്ഷെ ഇത്തവണ അതിൽ നിന്നൊക്കെ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. 2026 വരവേൽക്കാൻ വലിയ സന്നാഹങ്ങളോടുകൂടി തന്നെ വയനാട് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബോച്ചെ 1000 ഏക്കറിലാണ്. വയനാടിന്റെ ടൂറിസം മേഖലയിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരിടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് ആൾക്കാർ, കുട്ടികളൊക്കെ വന്നിട്ട് നമ്മളോട് ചോദിക്കാം, 2025 എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. 2026 കടക്കാൻ പോകും. നിങ്ങൾ എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? നന്നാവും. സ്കൂളിലൊക്കെ എങ്ങനെ പോകുന്നുണ്ടോ? ഇപ്പോ അവധി ആയതുകൊണ്ട് ഇപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കാണ്. എന്ത് തോന്നുന്നു ഇപ്പോ? അടിപൊളി. ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ആരതി, അപ്പോ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇത്തവണ 2026 വരവേൽക്കാൻ വയനാട് ഒരുങ്ങിയിരിക്കുന്നത്. വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. വലിയ ഒരു ആളുകൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക്, വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു ഭാഗം പൂർണ്ണമായും ഇവിടെ വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പരിപാടി അരങ്ങേറും. ഇവിടെ കുറച്ച് പയ്യന്മാർ നമുക്കൂടെ ചോദിച്ചേക്കാം, എങ്ങനെയുണ്ട് 2025 എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ച് 2026 എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. കൂടെ കുറെ ആൾക്കാർ എവിടുന്നാ വരുന്നത്? നമ്മള് മാവേലിക്കര. വയനാട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ? നമ്മള് വേടന്റെ പ്രോഗ്രാം കാരണം വയനാട് തകർക്കും. ഇതുവരെ വയനാട്ടിൽ ഇങ്ങനെ പരിപാടി ഉണ്ടായിട്ടില്ല. ഇല്ല. നല്ല സന്തോഷം. പൊളിക്കും. അടിച്ചു പൊളിക്കും. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ. അപ്പോ ആരതി, ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു മാറ്റം തന്നെയാണ് ഇത്തവണ വയനാട് സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണകളൊന്നും തന്നെ ഇത്തരത്തിലൊരു വലിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂ ഇയറിനെ വരവേൽക്കുന്നതിന് വേണ്ടി വയനാട്ടിൽ ഇത്ര വലിയൊരു പരിപാടിയൊന്നും തന്നെ ആരും സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. പക്ഷേ ഇനി വയനാട് വലിയ മാറ്റമുണ്ടാവും. വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ മാറ്റി ടൂറിസം മേഖലയിലായാലും ഇത്തരം പരിപാടികളിലൊക്കെ ആയാൽ പോലും വയനാട്ടിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരതി?